LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ നേരത്തെ ഹൈക്കോടതി കുറ്റമുക്തനാക്കിയിരുന്നു. K സുധാകരനെതിരെ ചുമത്തിയിരുന്നത് ഗൂഢാലോചന കുറ്റമായിരുന്നു. പക്ഷേ സുധാകരനെതിരെ തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഈ സുധാകരനെ കേസിൽ കുറ്റമുക്തനാക്കിയത്. ഇതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കേസിൽ സുധാകരനെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നതാണ്. അതായത് ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ സുധാകരനെതിരെ ഉണ്ട് എന്നാണ് സംസ്ഥാനം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഇവയാണ്. ഈ കേസിൽ നേരത്തെ ആന്ധ്രാപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കേസിൽ 2 പേർ മാത്രമാണ് വിചാരണ നേരിട്ടതെന്നത്. പക്ഷേ പിന്നീട് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സുധാകരൻ്റെ ഈ ഗൂഢാലോചനയിലുള്ള പങ്ക് ശക്തമായി തെളിയുകയും അതായത് പോലീസ് കണ്ടെത്തുക ചെയ്തിട്ടുണ്ട് എന്നും അതിനുള്ള തെളിവുകൾ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുവാൻ വേണ്ടി സുധാകരനോട് നിർദ്ദേശിക്കണം, അതായത് സുധാകരനെ കുറ്റമുക്തനാക്കിയ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വിചാരണ നേരിടുവാൻ വേണ്ടി നിർദ്ദേശിക്കണമെന്നാണ് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് വി ഹമീദ് ഫയൽ ചെയ്തിരിക്കുന്ന അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതി വളരെ വൈകാതെ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ കേസിൽ EP ജയരാജനും അതായത് സുധാകരനെ കുറ്റമുക്തനാക്കിയതിനെതിരെ EP ജയരാജനും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ EP ജയരാജൻ ഇതുവരെയും സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലിൽ നോട്ടീസ് അയക്കുകയാണെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ EP ജയരാജനും സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സാധ്യത.